കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യ 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് എനിക്ക് ഇനി അഡ്മിഷൻ കിട്ടുമോ? ഒട്ടേറെ വിദ്യാർത്ഥികൾ നിരന്തരമായിട്ടുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പരിധിയിൽ 5 ജില്ലകളിലാണ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളുള്ളത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്. അപ്പോൾ ഓരോ കോളേജിലും ഇപ്പോൾ പബ്ലിഷ് അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച പല വിദ്യാർത്ഥികൾക്കും 60-70% മാർക്കുള്ള വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലൊക്കെ പ്രധാനപ്പെട്ട എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, ഇത് നിങ്ങൾ ഇതേപോലെ പരിശോധിച്ചാൽ മതി. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എടുക്കുന്ന കോളേജുകൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട നല്ല കുറച്ച് കോളേജുകൾ അടിയിലും കൊടുക്കുക. അങ്ങനെ ഓപ്ഷനുകൾ കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് ഇതിൽ കാണാം. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാൻ ആദ്യം എടുക്കുന്നത് പ്രധാനപ്പെട്ട കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ബികോം എന്ന കോഴ്സിനെ കുറിച്ചാണ്. ബികോമിൽ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു. എല്ലാ ജില്ലയിലേതും എടുത്തു. ഓക്കെ, നമ്മളിത് പഠിക്കുകയാണ്. CHO താനൂർ ഗവൺമെന്റ് കോളേജിൽ ബികോമിന് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1160. 1160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? മാർക്ക് എത്രയായി? നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 1110 മാർക്കായി. 1110 എന്ന് പറയുന്നത് 92% മുകളിലായി. ഓക്കെ, ഇനിയുള്ളത് 1141 ഇതിന് ശതമാനം എത്ര? 90% മുകളിൽ മാർക്കുണ്ട്. 91% മുകളിൽ മാർക്കുണ്ട്. ഇനി ഇവിടെ 1200 മാർക്ക്. 1200 ആയപ്പോൾ എത്ര മാർക്ക്? 95% കിട്ടിയ വിദ്യാർത്ഥിക്കാണ് ഈ കോളേജിൽ ഈ സീറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി 1136, ഏകദേശം 90% അടുത്ത് മാർക്ക്. അപ്പോൾ ഓരോ കോളേജിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഗവൺമെന്റ് കോളേജ് കൊണ്ടോട്ടി 1180, 94%. 1163 എന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് +2ന്റെ മാർക്ക് പ്ലസ് കൊമേഴ്സ് പഠിച്ചിട്ടെങ്കിൽ 50 മാർക്കും. അങ്ങനെ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൽ രാജീവ് അട്ടപ്പാടി കോളേജിലാണ് കുറച്ച് കുറവുള്ളത്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സെൽഫ് ഫിനാൻസിങ് തുടങ്ങും. അപ്പോഴേക്കും എന്ത് ചെയ്ത് 750, 806. അപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രധാനപ്പെട്ട കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡുള്ള എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകൾ. ആ കോളേജുകളിൽ ബികോമിനൊക്കെ അഡ്മിഷന് ആദ്യത്തെ 5 അലോട്ട്മെന്റ് കഴിഞ്ഞാൽ 90% മുകളിൽ മാർക്ക് വേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് മറ്റു കോളേജുകളിലെ മറ്റു കോഴ്സുകളൊക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല. മലപ്പുറത്താണ് ഏറ്റവും ഹൈലി ഡിമാൻഡ്, നല്ല മാർക്ക് വേണ്ടത് അഡ്മിഷൻ കിട്ടാൻ. കോഴിക്കോട് ജില്ലയിൽ അതിനായിട്ട് കുറച്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ പൊതുവെ നല്ല എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 90% മുകളിൽ മാർക്ക് വേണം. അത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കാതിരിക്കേണ്ട. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആ കോളേജുകളൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ ചില ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ 85% മുകളിൽ മാർക്കുള്ളവർക്ക് കിട്ടുമ്പോൾ ജനറൽ മെറിറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഒന്ന് വേറൊരു കോഴ്സും കൂടി എടുത്തു നോക്കാം. ഇതിലെല്ലാ കോഴ്സും നിങ്ങൾക്ക് എടുത്തു നോക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കോഴ്സ് BA എക്കണോമിക്സ്. എക്കണോമിക്സ് എടുത്തു നോക്കുമ്പോൾ അംബേദ്കർ കോളേജ് 1138, CKG 1114 ആണോ. ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു കോളേജ്. കോഴിക്കോട് എത്തുമ്പോഴത്തേനും ഇൻഡെക്സ് മാർക്ക് കുറയുന്നുണ്ട്. EMA കോളേജ്, ഗവൺമെന്റ് കോളേജ് ചിറ്റൂര്, പാലക്കാട് കുറച്ചും കൂടി ഉണ്ട്. ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി 1095 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിലൊക്കെ സീറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 85% മുകളിൽ മാർക്കിൽ നമ്മൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ 85-80 മുകളിലുള്ളവരാണ് എയ്ഡഡ് ഗവൺമെന്റിൽ ലഭിക്കുക എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഇതാ MES അസ്മാബി കോളേജ് വളരെ കുറവാണ്, 953. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോളേജുകൾ എടുത്തുക. ഇത് തൃശ്ശൂർ ജില്ലയിൽ 953, മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോൾ 1164. ഓക്കെ, അപ്പോൾ
ഓരോ കോളേജിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ കോളേജുകളിൽ അഡ്മിഷന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നല്ല മാർക്ക് വേണ്ടി വരും. അത്ര മാർക്ക് തന്നെ എവിടെ വേണ്ട, മറ്റു ജില്ലകളിൽ അതിനായിട്ട് കുറച്ച് മാർക്കാണ് കോഴിക്കോട് ജില്ല, പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലാണ് കുറച്ചുകൂടി കുറവ് മാർക്കിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഒരു 80% മുകളിൽ ഉള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഗവൺമെന്റ് എയ്ഡഡ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനെക്കാട്ടി കുറവുള്ളത് ചിലപ്പോൾ ചില കോഴ്സുകളൊക്കെ ലഭ്യമാകാം. ഓക്കെ, അപ്പൊ ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിലെ ലാസ്റ്റ് ഇൻഡെക്സ് കാണാം. അടുത്ത അലോട്ട്മെന്റിൽ അതിനാണ്ട് കുറച്ച് കുറവുള്ളവർക്കൊക്കെ സീറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.